എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൂട്ടൊരു പടം ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പൊതുവെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ കാണുമ്പോൾ അതെന്നെ എന്റർടൈൻ ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പക്ഷേ ഈ പടം എന്റർടൈൻമെന്റിന് പുറമെ ഹോണ്ടിങ് ആയിരുന്നു. പടത്തിന് കയറി പടം തുടങ്ങി ദ ഫസ്റ്റ് ഷോട്ട് തൊട്ട് അത് തീരുന്നവരെ, ഈവൻ തീർന്നു കഴിഞ്ഞും എന്നെ ഈ ഒരു ചിത്രം വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. അധികം സിനിമകൾക്കൊന്നും അങ്ങനെ ചെയ്യാനുള്ളൊരു പവർ ഇല്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം റിലീസായ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പടമാണ്. കഴിഞ്ഞ വർഷത്തെ IFFKയിൽ ഞാൻ കണ്ട ഒരു ഗംഭീര സിനിമയെന്ന് എടുത്താൽ തന്നെ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് വിഷ്വൽസും ഓഡിയോയും. ഈ രണ്ടിന്റെയും ഒരു ഫൈനസ്റ്റ് ഫോമാണ് ഈ ഒരു ചിത്രം. ഒരു പക്ഷേ മോഡേൺ ഹൊറർ സിനിമകളിലെ തന്നെ ഒരു പീക്ക് ഐറ്റം. ചുമ്മാ കുറെ ഗ്രാഫിക്കൽ വയലൻസും കുറച്ച് രക്തമൊക്കെ ചീരി തെറിപ്പിച്ചിട്ട് ജംസ്കെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൊറർ ആവത്തില്ല. റിയൽ ഹൊറർ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പടം കാണണം. ഈ സിനിമ മുഴുവനായിട്ട് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അത് വേറെ കാര്യം. വൺസ് നിങ്ങൾ കണ്ട് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നും ഉണ്ടാവത്തില്ല. ആ ഒരു നംനെസ് ആയിരിക്കും. അതായത് എനിക്ക് അങ്ങനെയായിരുന്നു സത്യമായിട്ടും. പൊതുവെ ഫെസ്റ്റിവൽസിൽ പടം തീരുന്ന സമയത്ത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു ആചാരമുണ്ട്. എന്നാൽ ഈ പടത്തിന് കൈയടികളുടെ അളവ് കുറവായിരുന്നു. നോട്ട് ബിക്കോസ് പടം മോശമായോണ്ടല്ല, എന്നെ പോലെ കൈ അടിക്കാൻ കൈ പൊങ്ങാതിരിക്കുന്നവരായിരുന്നു അവിടെ ഭൂരിഭാഗവും. അത്രയും ഈ ഒരു ചിത്രം നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും അത്രയ്ക്ക് വേണോ മോനെ, അത് കുറച്ച് ഓവറല്ലേ എന്നൊരു തോന്നല്. ബട്ട് ഈ ഒരു പടം നേരിട്ട് കണ്ടവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സോ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദി ഹോളോകോസ്റ്റ്. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മൻസ് ഈ പറയുന്ന ജൂയിഷിനെ കൊന്നു വീഴ്ത്തിയിട്ട ഒരു കൂട്ടക്കൊല, അതാണ് ഈ ചിത്രത്തിന്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഇതാണ് ലിറ്ററൽ ബാക്ക്ഡ്രോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതേ ടോപ്പിക്ക് പലരും പല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിലൊന്നിലും കാണിക്കാത്ത ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് ആണ് ഈ ചിത്രത്തിൽ അവർ കാണിച്ചേക്കുന്നത്. ഇങ്ങനെ തൊട്ടാ പൊള്ളുന്ന വിഷയത്തിനെ അത്രയും സട്ടിലായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിരിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? കേട്ടിരിക്കാനാണ്. സൗണ്ട്സ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിലെ ഏറ്റവും വലിയ ഹോണ്ടിങ് എലമെന്റ് എന്ന് പറയുന്നത്. മോർ ദാൻ വിഷ്വൽസ്, മോർ ദാൻ ക്യാരക്ടേഴ്സ്, മോർ ദാൻ പെർഫോമൻസ്, മോർ ദാൻ എനിത്തിങ്. അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നേരെ പടത്തിലേക്ക്. പടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കാറിൽ അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവരുടെ വീട് എവിടെയാണ്? ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ തൊട്ടിപ്പുറത്ത്. ഓഷ്വിറ്റ്സ് എന്ന് പറയുന്നത് പോളണ്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ, ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടല്ലോ, അതിന്റെ കമാൻഡന്റ് ആണ് നമ്മുടെ നായകനായിട്ടുള്ള റൂഡോൾഫ് ഹോസ്. അത് മാത്രമല്ല, റൂഡോൾഫ് ഹോസ് ശരിക്കും ഒരു SS കമാൻഡർ ആണ്. SS എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിറ്റ്ലറിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ടീമാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്നു ഷൂട്ട് സ്റ്റാഫൽ അഥവാ പ്രൊട്ടക്ഷൻ ഗാർഡ്സ്. അതിലെ വൺ ഓഫ് ദ കമാൻഡന്റ് ആണ് നമ്മുടെ റൂഡോൾഫ്. ഭാര്യ ഹെഡ്വിഗ് ഹോസ്, പിന്നെ 5 മക്കളും വീട് ജോലി ചെയ്യാൻ കുറച്ച് വേലക്കാരും ഒക്കെ ആയിട്ടാണ് അവർ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇവരുടെ തൊട്ടിപ്പുറത്തുണ്ടല്ലോ. അവിടെ എന്താ നടക്കുന്നതെന്നറിയോ? നാസികൾ ജർമ്മൻസ് കീഴ്പ്പെടുത്തിയ ജൂതന്മാരെ, ജൂയിഷ് പീപ്പിൾസിനെ ചുട്ടെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നതിൽ കുറച്ച് പേരെ മാത്രം, ആരോഗ്യമുള്ളവരെ മാത്രം അവിടെ ജോലിക്ക് വേണ്ടി അടിമകളാക്കി നിർത്താൻ വേണ്ടി മാറ്റി നിർത്തി ആരോഗ്യമില്ലാത്ത വയസ്സായിട്ടുള്ള സ്ത്രീകൾ, ആണുങ്ങൾ, ചെറിയ കുട്ടികൾ, ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ, ഇവരെ എല്ലാം തന്നെ ഒരു തരി പോലും ദയാദാക്ഷിണ്യം ഇല്ലാതെ ചുട്ടെരിച്ച് കൊല്ലുകയാണ്. ഇത് ഒന്നും രണ്ടോ അല്ല, ഈ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ 24 മണിക്കൂറും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് വിഷ്വലി കാണിച്ചൊന്നും തരുന്നില്ല അവരെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ചുട്ടിരിക്കുന്നതോ ഒന്നും. ഇത് നമുക്ക് കൺവേ ചെയ്യുന്നത് ഇവരുടെ വീടിന്റെ മതിലിനപ്പുറത്ത് ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ആ ബിൽഡിങ്സിന്റെ ചിമ്മിനിയിൽ നിന്ന് പുക പൊക്കോണ്ടേയിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ചുട്ടെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മതിലിനപ്പുറത്തു നിന്നും അവരുടെ നിലവിളി, കരച്ചില് എല്ലാം കേൾക്കുന്നുണ്ട്. ഓരോ ഇടവേളയിലും വീഡിയോച്ചുകൾ കേൾക്കുന്നുണ്ടാവും. ഇതെല്ലാം അർത്ഥമാക്കുന്നത് അപ്പുറത്തെ ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും തനിക്കും തന്റെ കുടുംബത്തിനും ബാധകമല്ല എന്ന ഒരു മട്ടില്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗേ കിട്ടുന്നില്ല. അവർ സാധാരണഗതിയിൽ ഒരു ഫാമിലി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അവർ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ പോലും ഫിഷിങ്ങും സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പിള്ളേരെ എല്ലാം ഉറക്കി ഇവർ രണ്ടുപേരും മുകളിൽ വന്ന് കിടക്കുന്നു. ഒരേ കട്ടിലല്ല, 2 കട്ടില്. ആൾറെഡി 5 പിള്ളേരായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാവാം. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. റൂഡോൾഫും യൂണിഫോം ഒക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കുക. അപ്പോഴേ പിള്ളേർ വന്ന് അച്ഛൻ കണ്ണ് കയറിയിട്ട് ഞങ്ങളുടെ വാ, ഞങ്ങളുടെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പുള്ളിയും ഭയങ്കര കാഷ്വൽ ആയിട്ട് തന്നെ പിള്ളേരുടെ കൂടെ പോകുന്നുമുണ്ട്. സംഭവം നമ്മുടെ റൂഡോൾഫിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് പിള്ളേര് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ബോട്ട് റെഡിയാക്കി വെച്ചേക്കുക. പഴയൊരു ബോട്ടാണ്. ഇവരുടെ അപ്പുറത്തുള്ള ഒരു നദിക്കരയിൽ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. സോ പിള്ളേർ അതെടുത്ത് വൃത്തിയാക്കി ഇപ്പം അച്ഛന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നു. പുള്ളിക്ക് ഹാപ്പി ആവുന്നു, മക്കൾ തനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് വീക്കെൻഡിൽ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇതും കൊണ്ട് പോകാന്നുള്ള രീതിയിൽ പറഞ്ഞ് പിള്ളേരെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളിയെ വിഷ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ ഹോൾ ടീം തന്നെ വരുന്നുണ്ട് വീട്ടിലോട്ട്. ദെൻ അവരുടെ കൂടെ തന്നെ ഇദ്ദേഹം ഡ്യൂട്ടിക്ക് പോവാണ്. പിള്ളേരെല്ലാം റെഡി ആയിട്ട് സ്കൂളിലോട്ട് പോകുന്നു. ഹെഡ്വിഗ്, നമ്മുടെ നായക, എപ്പോഴും വീട്ടിൽ തന്നെയാണ്. ഒരു കൈക്കുഞ്ഞുണ്ട്. അപ്പോൾ അതിനെ നോക്കി വീടിന് ചുറ്റും ഒരു അടിപൊളി ഗാർഡൻ ഇവൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഗാർഡനിങ് ആണ് ഇവൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യം. സോ പലതരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള പൂക്കളെല്ലാം ആ ഒരു തോട്ടത്തിലുണ്ട്. അതിനെ ശുശ്രൂഷിച്ച് കൊച്ചിനെ നോക്കി അവൾ അങ്ങനെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ ഇവരൊക്കെ കൊച്ചമ്മമാരാണല്ലോ. സോ അതുകൊണ്ട് തന്നെ വീട്ടുപണി ചെയ്യാൻ വേണ്ടി ജൂയിഷ് സെർവൻസും ഉണ്ട്. അങ്ങനെ ഒരു സെർവനെ കാണിക്കുകയാണ്. പുള്ളി ഒരു ട്രോളിയിൽ കുറെ തുണികളൊക്കെ ആയിട്ട് ഈ വീട്ടിലോട്ട് തള്ളിക്കൊണ്ടുവരിക. അത് ആ ഒരു വീട്ടിലെ വേലക്കാർ വാങ്ങിച്ച് നമ്മുടെ നായികയുടെ കൈ കൊടുക്കും. അതിലൊരു ഡ്രസ്സ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നായിക എടുത്തിട്ട് ബാക്കിയെല്ലാം ഇവർക്ക് വേണമെങ്കിൽ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കും. ഇതിന് റൂമിൽ ചെന്ന് നായിക മാറ്റി വെച്ച ആ ഒരു ഡ്രസ്സ് അവൾ എടുത്തിട്ട് നോക്കുന്നു. താഴെ സെർവൻസിന് കൊടുത്തേ കൂട്ടല്ല, ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പോഷ് ക്ലോത്ത് ആണ്. ആൻഡ് ഇതിൽ
മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇവര് പിടിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ജൂതന്മാരുടെയാണ്. അവരുടെയിലുള്ള നല്ലതെല്ലാം എടുത്തിട്ട് അവർക്കൊന്നും തിരിച്ചു കൊടുക്കത്തില്ല. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ജോലിക്ക് പോയ നമ്മുടെ റൂഡോൾഫിനാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അവൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ക്ലോസ് ഷോട്ട് അവന്റെ ഫേസിൽ ഒത്തിരി പുകയുണ്ടായിരുന്നു. ആ ഒരു പുകയെല്ലാം മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വന്ന് ആ ഒരു സ്ക്രീൻ അങ്ങനെ ഫില്ലാവുന്നുണ്ട്. ബട്ട് ഈ ഒരു സീനിന് അവന്മാർ കൊടുത്ത സൗണ്ട് എഫക്റ്റ് ഉണ്ട് മോനെ. ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന്. റൂഡോൾഫ് അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിയിലെ ഒരു സാധാരണ ഒരു ദിവസം എന്ന രീതിയിലാണ്. പുള്ളി സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അനദർ ഡേ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വികാരവും പുള്ളിക്കില്ല. പക്ഷെ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, ആ ഒരു സാധനത്തിന്റെ ആ ഒരു ഭീകരതയുണ്ടല്ലോ അതൊട്ടും ചെറുതല്ല. ഇതിന് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലോട്ട് വരുന്നു, ഷൂ ഒക്കെ ഊരി വെച്ച് പുള്ളി വീട്ടിൽ കയറുക. കുറച്ച് കഴിഞ്ഞതും പുള്ളി ഊരി വെച്ച ആ ഒരു ഷൂ ഉണ്ടല്ലോ അത് വൃത്തിയാക്കാൻ വേണ്ടി വേറൊരു വ്യക്തി അങ്ങോട്ട് വരുന്നു. നായകൻ ഊരി വെക്കുന്ന ഈ ഒരു ഷൂ അപ്പാപ്പ കഴുകി കൊണ്ട് വെക്കുക എന്നതാണ് ഇങ്ങേരുടെ ജോലി. ദെൻ വീട്ടിലുള്ള വേലക്കാരിക്കാണെങ്കിലോ പുള്ളി വന്ന് കയറുമ്പോഴേ ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്ത് ഒരു വൈൻ പോലെ ഒരു സാധനം ഒഴിച്ചു കൊണ്ട് കൊടുക്കണം. അതും കറക്റ്റായിട്ട് നീറ്റായിട്ട് വേണം കൊണ്ട് കൊടുക്കാൻ. കൊച്ചമ്മമാരാണെങ്കിലോ സൈഡിലിരുന്ന് ഭയങ്കര സംസാരം. തൊട്ടപ്പുറത്തെ റൂമിലായിട്ട് വേറൊരു ഡിസ്കഷൻ നടക്കുന്നു. റൂഡോൾഫും വേറെ കുറെ എഞ്ചിനീയേഴ്സും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ഇരുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറയുക, പുതിയൊരു ക്രെമേഷൻ ചേംബർ, അതായത് അവരുടെ ആ ഒരു ബോഡി കത്തിച്ച് തീർക്കുന്ന പുതിയൊരു ഫർണസിന്റെ ഐഡിയ ആണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് സർ ഡിസൈൻ. ഇതിൽ ഏതാണ്ട് നമുക്ക് 7 മണിക്കൂറിൽ 400 തൊട്ട് 500 ആളുകളെ അറ്റ് ദ സെയിം ടൈം നമുക്ക് കത്തിക്കാൻ പറ്റും. അപ്പോൾ ആകെ ചെയ്യേണ്ടത് ലോഡ് കയറ്റ് അടയ്ക്കുക, അപ്പുറത്തെ സൈഡ് തുറക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് പ്ലാൻ ചെയ്യുന്നത് കമ്പഷൻ ഏരിയന്റെ ഓപ്പോസിറ്റ് ആണ്. ഏതാണ്ട് ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് ഗ്രാജുവലി അപ്പുറത്തെ സൈഡ് എത്തുന്ന സമയത്ത് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അത് കുറയുന്നുണ്ട്. സോ അതായത് നമുക്ക് ആഷസ് ആ സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴും എളുപ്പമുണ്ടാവും. എന്തുകൊണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ ഒരു മോഡലിനേക്കാളും ഈ ഒരു സാധനം കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. വർക്ക് ഫ്ലോ നമുക്കൊന്നുകൂടെ ഈസി ആക്കാൻ പറ്റും. അപ്പോൾ റൂഡോൾഫ് അപ്പോൾ ഈ ഒരു ചേംബറിൽ ഒരു സൈഡിൽ ഹീറ്റിങ്ങും മറ്റേ സൈഡിൽ കൂളിങ്ങും ആണെന്ന്. അതെ സർ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് നോക്കിയാൽ മതി. ബേണിംഗ് ഏരിയയിൽ ലോഡ് ചെയ്യുക, അത് കത്തും. ദെൻ അത് ഗ്രാജുവലി ഇപ്പുറത്തെ സൈഡ് വരും, കൂളാവും, ആഷസ് ചാരം എല്ലാം റിമൂവ് ചെയ്യുക, ദെൻ അടുത്ത ലോഡ് ചെയ്യുക, അത്ര തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് അവരിതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു തരി പോലും ഇല്ല നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, ഭയങ്കര ക്രൂരതയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നത് പോലും ഇല്ല. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നായകനും മോനും കുതിരയിൽ കാട്ടിലോട്ട് പോവുക. അവിടെ ആൾറെഡി ജോലിയെല്ലാം ചെയ്യിപ്പിച്ച് ജൂയിഷ് പ്രിസണേഴ്സിനെ തിരിച്ച് ആ ഒരു ക്യാമ്പിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആ കുതിര പോകുന്ന സമയത്ത് താഴെ കാണിക്കുമ്പോൾ താഴെ ഒരുപാട് ആപ്പിളും പേരയ്ക്കെല്ലാം കിടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ഇതിലേക്ക് പിന്നീട് നമ്മൾ വരും. ദെൻ അന്ന് രാത്രി ഇവർ ഫാമിലി ആയിട്ടിരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നു. ഇതിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു നല്ലൊരു കേക്ക് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ പോകുന്നു. അതിൽ ഇദ്ദേഹം മാത്രം വെളിയിൽ വന്ന് കുറച്ചു നേരം സിഗരറ്റ് എല്ലാം വലിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി പോകുന്നത്. ഈവൻ ദോ ജർമ്മൻ ആർമിയുടെ ഒരു കമാൻഡന്റ് ആണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പോലും കിടക്കുന്നതിന് മുമ്പ് ആ വീട്ടിലുള്ള എല്ലാ ജനലുകളും വാതിലുകളും കറക്റ്റ് ആയിട്ട് അദ്ദേഹം കുട്ടിയിടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട്, തന്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റുമോ, തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആ ഒരു തോന്നലുള്ളിലുണ്ട്. സോ ഇപ്പൊ കാണുമ്പോൾ എങ്ങനെ സാധാരണഗതിയിൽ തന്റെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യൻ, ക്വയറ്റ് ആൻഡ് ഐറണി അല്ലേ, അങ്ങനെ വീട്ടിലുള്ള എല്ലാ ഡോറും ജനലും കുറ്റിയിട്ടിട്ട് ഇദ്ദേഹം കടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പെൺകുട്ടി അവൾ ഓടി നടന്ന എന്തോ ഒരു സാധനം കുഴിച്ചിടുക. അത് നോർമൽ ആയിട്ടല്ല നെഗറ്റീവിലാണ് കാണിച്ചേക്കുന്നത്. മറ്റേ ആ ഒരു എക്സ്റേ വിഷൻ എന്നൊക്കെ പറയൂലേ, അങ്ങനെ കാണിച്ചേക്കുന്നത്. ഇവരിവിടെ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു എക്സ്റേ വിഷൻ യൂസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ കുട്ടി ആരാണ് നമുക്ക് കാണിക്കുന്നില്ല, പക്ഷെ അവളെന്താ കുഴിച്ചിരുന്നത് നമുക്ക് മനസ്സിലാവും, ആപ്പിളുകളാണ്. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു, വീക്കെൻഡ് ആകുന്നു. പിള്ളേർക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ആ ഒരു ബോട്ടിങ്ങിന് ഇവരെയും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹം ചെല്ലുന്നുണ്ട്. പിള്ളേർ ഇപ്പുറത്തെ സൈഡിൽ കളിക്കുമ്പോൾ അപ്പുറത്ത് പുള്ളി ഇരുന്ന് മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു നദിയുടെ കളറൊക്കെ അങ്ങ് മാറാൻ തുടങ്ങുന്നു. എന്തോ ഒരു സാധനം ആ ഒരു നദിയിൽ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. റൂഡോൾഫിനും എന്തോ ദേഹത്ത് തട്ടുന്ന പോലെ ഒരു തോന്നൽ വന്നിട്ട് നേരെ കൈയിട്ട് അത് എന്താണെന്ന് എടുത്ത് നോക്കുക. ഒരു മനുഷ്യന്റെ എല്ലായിരുന്നത്. സോ ഇവരുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവർ ചുട്ട് കരിച്ച ശേഷം അവരുടെ ആ ഒരു ആഷസ്, ആ ചാരമാണ് ഈ ഒരു റിവറിലേക്ക് അവർ ഒഴുക്കിയിട്ടേക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ റൂഡോൾഫും പെട്ടെന്ന് തന്നെ പിള്ളേരെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകുക. അപ്പൊ തന്നെ പറഞ്ഞു വെച്ച പോലെ മഴയും പെയ്തു. ബോട്ടിൽ പിള്ളേരെ ഇരുത്തി പുള്ളി കഷ്ടപ്പെട്ട് ആ ഒരു റിവറും കടന്ന് അപ്പുറത്തോട്ട് എത്തുന്നുണ്ട്. വീട്ടിൽ കയറിയതും ആ 2 പിള്ളേരെയും ഭയങ്കര കുളിപ്പീര്. അവരുടെ ദേഹത്ത് വല്ലതും പറ്റിക്കാണോ, അല്ലെങ്കിൽ ഈ ഒരു ജൂതന്മാരുടെ ഈ ഒരു ആഷസ് അവരുടെ ദേഹത്ത് പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ ഭയങ്കര കുളിപ്പീര്. ഇപ്പുറത്തെ സൈഡിൽ റൂഡോൾഫ് ആണെങ്കിൽ ഒരച്ചൊരച്ച് കുളിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച ശേഷം ആ ഒരു ബാത്റൂം നല്ലപോലെ വൃത്തിയായിട്ട് ഉരച്ച് കഴുകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വേലക്കാരെ ഏൽപ്പിക്കുക. അതിൽ ആ ഒരു ടബിൽ അവിടെ എവിടെയായിട്ട് ആ ഒരു ചാരം എല്ലാം ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ ഈ ഒരു പെൺകുട്ടിക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു. കാരണം ഇവളും ഒരു ജൂയിഷ് ആണല്ലോ. ഒന്ന് ഓർത്ത് വെക്കുക, അവരുടെ ആളുകളെ തന്നെ ചുട്ടുകരിച്ച് ചാമ്പലാക്കി ആ ചാരം ഇവരോട് തന്നെ ഉരച്ച് കഴുകുമെന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ അവരുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ വെച്ച് ഭയങ്കര അവർ ഹേർട്ട് ആവുന്നു. ബട്ട് വേറെ വഴിയില്ല, ഇവർ ജീവനോടുള്ളത് ഇവരുടെ ഈ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. പുള്ളിക്കാരത്തെയും ആ ഒരു ബാത്റൂം എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവാണ് ഇപ്പോൾ തന്റെ പേരക്കുട്ടികളെ
കുട്ടികളെ കാണണം എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് മുത്തശ്ശി നായികയുടെ അമ്മ ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. അമ്മ വന്നതിൽ ഇവൾ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചാൾ ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്നൊരു കാര്യവും പറയുന്നുണ്ട്. തുടർന്ന് റൂമും അതേപോലെ തന്നെ ഇവള് വീട്ടിൽ ചെയ്തിരിക്കുന്ന ഗാർഡനും എല്ലാം തന്നെ ചുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൊള്ളാടി മോളെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അമ്മയും. എന്നാൽ ആ ഒരു ചുമരിന് അപ്പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നിലവിളിയും ആ ഒരു വെടിയൊച്ചയും ആ ഒരു കരച്ചിലും ഇതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു മുത്തശ്ശിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെ ഒരു ഗാർഡൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത ശേഷം ഇവർ രണ്ടുപേരും ഒരു കസേര ചെന്ന ഒരു മൂല ഇരിക്കുക. അതിന്റെ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ആ ഒരു തോട്ടത്തിലുള്ള ഓരോരോ പൂക്കളായിട്ട് നമുക്ക് എടുത്തെടുത്ത് കാണിച്ചു തരും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് എന്താണ്, അതിൽ ആ ഒരു അവസാന പൂ കാണിക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ ആ ഒരു സ്ക്രീൻ മൊത്തം റെഡ് കളറായിട്ട് മാറുന്നുണ്ടാവും. ഒരു സൈഡിൽ ഇത്രയും ഭംഗിയുള്ള പൂക്കളും മറ്റേ സൈഡിലോ ആ കോൺട്രാസ്റ്റ് കണ്ടില്ലേ. അതിനുശേഷം ഓഫീസിലിരിക്കുന്ന സമയത്ത് നമ്മുടെ നായകന് ഒരു കോൾ വരുന്നുണ്ട്, അതും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. ഇവരിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഓഷ്വിറ്റ്സിൽ നിന്നും നേരെ ബെൽജിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അതും വിത്ത് പ്രൊമോഷൻ. സാധാരണ ഇതിലൊരു പ്രൊമോഷണൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കും. പക്ഷേ ഇവിടെ ഇവന്റെ കാര്യത്തിൽ ഈ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ നാളായിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും സ്വപ്നമായിരുന്നു ഈ ഒരു സിറ്റിയിൽ നിന്നെല്ലാം മാറി കുറച്ച് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് വന്ന് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നത്. ഇപ്പതാണ്ട് ബെൽജിയത്തിലേക്ക് മാറണം എന്ന് പറയുന്ന ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയുന്നില്ല. നിഷേധിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവൻ അറിയുന്നില്ല. പുള്ളി ഈ ഒരു ടെൻഷനിൽ ഇരിക്കുന്ന സമയത്താണ് ആ വീട്ടിലൊരു പാർട്ടി നടക്കുന്നത്. ഇവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമേ ഉള്ള ഒരു ചെറിയൊരു പാർട്ടി. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നുണ്ട്. ഇതേ സമയം ഇവരുടെ വീടിന്റെ അപ്പുറത്തായിട്ട് ഒരു ട്രെയിൻ പാസ്സാവുന്നുണ്ട്. അതിന്റെ പുക നമുക്ക് മുകളിൽ കൂടെ കാണാൻ പറ്റും. ആ ട്രെയിൻ ഈ ഒരു ഓഷ്വിറ്റ്സിലേക്കുള്ള ട്രെയിനാണ്. സാധാരണ സാമഗ്രികളോ സഞ്ചാരികളോ അല്ല അതിനകത്ത് വരുന്നത്. ഈ ക്യാമ്പിലേക്കുള്ള അടുത്ത ലോഡ്, അതായത് നാസി കീഴ്പ്പെടുത്തിയ ജൂയിഷ് പ്രിസണേഴ്സിനെയാണ് ഈ കൊണ്ടുവരുന്നത്. ആ വരുന്നതിൽ വലിയൊരു ശതമാനം ചാമ്പലാവാൻ വേണ്ടി പോകുന്നവരാ. ദെൻ ഇദ്ദേഹം നേരെ ഈ ഒരു ഹെഡ്വിങ്ങിന്റെ അടുത്ത് വന്ന് നായികയുടെ അടുത്ത് വന്നിട്ട്, എടി എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി ഇൻസ്പെക്ടറായിട്ട്, പ്രൊമോഷണൽ ട്രാൻസ്ഫർ ആണ്, അതുകൊണ്ട് വൈകാതെ തന്നെ നമ്മൾ ഈ സ്ഥലം വിട്ട് ബെൽജിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് വരും. ഇത് കേട്ട നായികയ്ക്ക് അതങ്ങ് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇക്കാര്യം നിങ്ങൾ ഇപ്പോഴാണ് എന്നോട് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് ചാടിത്തുള്ളി. അപ്പോൾ ഇവനും ദേഷ്യം വന്നിട്ട് അവൻ ആ വീട് വിട്ട് ഇറങ്ങി പോവാ. നീ നിന്റെ പാർട്ടിയും കെട്ടിപ്പിടിച്ച് വിട്ടിരുന്നോ, ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവളും പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് കോറിഡോറിൽ എന്തോ മൂത്രോ വെള്ളമോ എന്തോ കണ്ട് കിടക്കുന്നുണ്ട്. മാർത്തെ, നിന്നേക്ക് ഇവിടെ എന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന, ഞാൻ ഇപ്പോൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഇത് മര്യാദയ്ക്ക് വൃത്തിയായിരിക്കണം എന്നും പറഞ്ഞ് ഇവളോട് കുറെ ഉറഞ്ഞു കൊള്ളിയിട്ട് നേരെ നായകന് പിന്നാലെ ഇവള് ചെല്ലുന്നു. പുള്ളി എങ്ങോട്ടോ പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ഇവൾക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിലേക്ക് ഇവളും ചെല്ലുക. ഇത് നമുക്ക് ആരോടെങ്കിലും സംസാരിച്ചത് നിർത്താൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ആരോട് സംസാരിക്കാം? ഞാനത് ഹിറ്റ്ലറിനോട് സംസാരിക്കണോ? ശരി, എന്നാണ് നമുക്ക് പോകേണ്ടത്? അറിയില്ല, പക്ഷെ അധികം വൈകാതെ എന്തായാലും ഉണ്ടാവും. ഹെഡ്വിഗിനും ഈ ഒരു ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഗാർഡൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് അവൾ ഈ ഒരു വീട്ടിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടം വിട്ട് വേറൊരു സ്ഥലത്തിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഇവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എടി അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് പോവാം. then വീണ്ടും ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ വന്ന ആ ഒരു അമ്മയുണ്ടല്ലോ മുത്തശ്ശി, ഷീ കുഡിന്റ് സ്ലീപ് ബിക്കോസ് അവിടെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം അവരെ ഭയങ്കരധികം ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ചാൽ മരണമാണ് അവരുടെ ചുറ്റും. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാലും ജനലിലൂടെ വെളിച്ചം ഉള്ളിലോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് ആ മതിലിനപ്പുറത്ത് കത്തുന്ന തീയുടെ വെളിച്ചമാണ്. പുള്ളിക്കാരത്തേക്ക് നല്ല പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ആവുകയാണ്. ഇതേസമയം ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആയിരിക്കും നമ്മുടെ റൂഡോൾഫ്. ഇവർ പിടിച്ചുകൊണ്ട് വന്ന ഒരു ജൂയിഷ് പ്രിസണേഴ്സിലെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ച് അവളുടെ കൂടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ അയാൾ ഏർപ്പെടുകയാണ്. പരിപാടിയെല്ലാം തീർന്ന് ഇയാൾ ഓടിക്കൊണ്ട കഴുകി കളയുന്നു. പുതിയൊരു തുണി വെച്ച് തുടച്ച് അതിനെ കഴുകി വീണ്ടും തുണി വെച്ച് തുടച്ചിട്ട് ചെയ്തപ്പോൾ തോന്നാത്ത അറപ്പ് അയാൾക്ക് ഇപ്പം അങ്ങ് പൊട്ടി മുളച്ചേക്കുന്നു. അയാൾക്ക് അയാളോട് തന്നെ ആ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അത് അയാളുടെ മുഖത്ത് എഴുതി വെച്ചേക്കുക. ആ നടന്നു വരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും അത്. പക്ഷെ ആ ഒരു കൃത്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൽ ഏർപ്പെടുമ്പോഴും ഒരു കുഴപ്പമില്ല, കൂസലും ഇല്ല. വീണ്ടും ആ ഒരു നെഗറ്റീവ് പോർഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആ ഒരു പെൺകുട്ടി ആപ്പിൾ കൊണ്ടുവയ്ക്കുന്ന സീന്. ഇവൾ അവിടെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ആപ്പിളും കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു. പ്രതികളെ ഇട്ടിരിക്കുന്ന ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ കൊണ്ടിടുന്നുണ്ട്. കൂട്ടിവെച്ച മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചു വെക്കുന്നു. പണി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന തൂമ്പ, കോടാലി അങ്ങനെയുള്ള സാധനങ്ങളുടെ അടി കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു. സോ ദാറ്റ് ഈ ഒരു പ്രിസണേഴ്സ് വന്നെടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടാൻ വേണ്ടി. എന്നാൽ സോൾജേഴ്സിന്റെ കണ്ണിൽ പെടാനും പാടില്ല. അങ്ങനെ ആരുടെയും കണ്ണിൽ പെടാതെ ഇവൾ സേഫ് ആയിട്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് സൈക്കിൾ ഓടിച്ച് വരുന്നുണ്ട്. ഇവൾ ഏത് വീട്ടിലോട്ട് വന്നേന്ന് നോക്കുന്ന സമയത്താണ് നായകന്റെ റൂഡോൾഫിന്റെ വീട്ടിലോട്ടാണ് കയറിയേക്കുന്നത്. നായകന്റെ മോളൊന്നും അല്ല, പകരം ആ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ജൂയിഷ് പെൺകുട്ടിയാണ്. സോ നാസീസ് പിടിച്ചിരിക്കുന്ന ഒരു പ്രിസണേഴ്സിന് അവർ ആവശ്യത്തിന് നല്ല ഫുഡൊന്നും കൊടുക്കത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു ഫാമിലി അവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുകയാണ് ഈ ഒരു ആപ്പിൾ വെക്കുന്നതിലൂടെ. ഇത് ചുമ്മാ ഒരു കഥയായിട്ട് പറഞ്ഞല്ല, ശരിക്കും ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടി വെച്ചു കൊടുത്ത പല ആപ്പിളും കഴിച്ചിട്ടാണ് അവിടെ ഉള്ളൊരു സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലും. ഈ ഒരു കാര്യം അതിൽ നിന്നും സർവൈവ് ചെയ്ത് 2-3 പ്രിസണേഴ്സ് പറഞ്ഞ ഒരു കാര്യമാണ്. ആരെ എന്താന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടി വന്ന് ആപ്പിൾ വെച്ചു കൊടുത്തിട്ടുള്ള കാര്യം അവർക്ക് അറിയായിരുന്നു. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഗ്യാപ്പ് കിട്ടുമ്പോൾ കാട്ടിൽ കയറി ആപ്പിളെല്ലാം പറിച്ച് ചാക്കിനകത്തായിട്ട് കെട്ടിവെക്കും. അങ്ങനെ അവർ വെച്ച ആപ്പിൾ തെറിച്ചു പോയതായിരുന്നു തുടക്കത്തിൽ
ആ ഒരു കുതിരയെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ആ ഒരു ആപ്പിൾ പിന്നീട് രാത്രി ഒരു പെൺകുട്ടി മാത്രം പോയിട്ട് ഈ ഒരു ക്യാമ്പിൽ കൊണ്ട് പലയിടങ്ങളിലായിട്ട് അതങ്ങ് ഒളിപ്പിച്ച് വെക്കും. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അങ്ങനെ നായിക വന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അവളുടെ അമ്മയെ എവിടെ നോക്കിയിട്ട് കാണാനില്ല. അപ്പോഴാണ് ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ലെറ്റർ കാണുന്നത്. ഇവളും അതെടുത്ത് വായിക്കുന്നു. അമ്മ എഴുതിയൊരു ലെറ്ററാണ്. പക്ഷേ എന്താ എഴുതിയെന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്നില്ല. പക്ഷെ നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്നാൽ ഇത് വായിച്ചിട്ടും പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാതെ അതിനെ കാഷ്വലായിട്ട് ചുരുട്ടി വലിച്ചെറിഞ്ഞിട്ട് ഇവള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവളുടെ അമ്മ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പോലും ഇവൾക്ക് പറ്റുന്നില്ല. ബിക്കോസ് ആ ഒരു മതിലിനപ്പുറം നടക്കുന്ന കാര്യങ്ങൾ ഒരു തെറ്റാണെന്ന് പോലൊരു തോന്നല് ഇവൾക്കുള്ളിലില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ നടക്കുന്ന കാര്യമൊന്നും ഇവളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇവളെ സംബന്ധിച്ച് ഇവൾ ആകെ കെയർ ചെയ്യുന്ന ഇവളുടെ ഫാമിലിയും ഇവളുടെ വീടും ഇവളുടെ ആ ഒരു ഗാർഡനും അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചതൊന്നും ഒരു ബാധകമേ ആകുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. നായകനും മൂത്ത മകനും ആ ഒരു കുതിരയിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിലെ ഇളയ മകൻ ഈ റൂമിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തൊരു ബഹളം കേട്ടിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ജനലിന്റെ സൈഡിലോട്ട് ചെല്ലുവേ. അപ്പൊ അവൻ അവിടെ കേൾക്കുന്നത് അവൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോകും. അവൻ എന്താ ചെയ്ത് സർ രണ്ടെണ്ണം എന്തോ ആപ്പിളിന് വേണ്ടി തല്ലുകൂടിയതാണ് സർ. ഇവനെ ആ ഒരു വെള്ളത്തിൽ മുക്കിക്കൊല്ല. ഇങ്ങനെ ഒരു കാര്യം ആ ഒരു പയ്യൻ കേൾക്കുകയാണ്. അപ്പുറത്തുനിന്ന് കേട്ടോണ്ടിരുന്ന ആ ഒരു നിലവിളിയുടെ ശബ്ദവും മെല്ലെ കുറഞ്ഞ് ഇല്ലാണ്ടായി. ആ ഒരു കൊച്ചിന് അത് മനസ്സിലായിട്ടാണോ അല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഡോണ്ട് ഡു ദാറ്റ് അഗെയിൻ എന്ന് ആ ഒരു കൊച്ചു മെല്ലെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എങ്ങനെ അഫക്റ്റ് ആവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ നായകൻ പറഞ്ഞ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അതായത് ഓരോ ക്യാമ്പിലേക്കും എത്ര പേര് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഓഷ്വിറ്റ്സിൽ ഡെയിലി 4 ട്രെയിൻ വരുന്നുണ്ട്. 3000 വെച്ച് 12,000 പേരാണ് വരുന്നത്. സോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇത് കൂടാതെ ഇനി അവർ ചെയ്യാൻ വേണ്ടി പോകുന്ന അവരുടെ അടുത്ത ഹംഗ്രിയിലുള്ള അറ്റാക്കിനെ പറ്റിയുള്ള പ്ലാനിംഗ് ഉള്ള പരിപാടിയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം അവസാനിച്ചിട്ട് ഇതിന് തൊട്ട് മുകളിലുള്ള സുപ്പീരിയേഴ്സിനോടെല്ലാം സംസാരിച്ച് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും ഈ ഒരു ഓഷ്വിറ്റ്സിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കുന്നു. ബട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഹംഗ്രിയിൽ നടക്കുന്ന അറ്റാക്കിനെ ഓവർലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതും റൂഡോൾഫ് ആയിരിക്കും. ആ കാര്യം സ്മൂത്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ കാര്യമെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് പറയുന്ന ഒരു ലൈൻ. അപ്പോൾ ഈ വിഷയം പെട്ടെന്ന് തന്നെ നമ്മുടെ നായികയെ വിളിച്ചിട്ട് അവനെ അറിയിക്കുന്നുണ്ട്. അവൾ ഹാപ്പി ആവുന്നു. കാരണം അവളുടെ വീട് വിട്ട് പോകണ്ടല്ലോ, ഗാർഡൻ വിട്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എനിക്ക് ഒരുപാട് സമയമില്ല, കുറച്ച് പേരും കൂടെ കാണാനുണ്ട്, നൈറ്റ് ഒരു പാർട്ടിയുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോം വയ്ക്കുന്നു. നായികയും അദ്ദേഹം ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഡോറും എല്ലാ ജനാലയും കറക്റ്റായിട്ട് അടച്ചിട്ട് രാത്രി കിടന്നുറങ്ങാം. സോ SS ഓഫീസേഴ്സിലെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ഒരു പാർട്ടിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നു. നായകൻ ഒരു മൂലയ്ക്ക് ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ദെൻ റൂഡോൾഫ് ആ ഒരു മോളിൽ താഴോട്ട് നോക്കുന്ന സമയത്ത് അത്രയും ആളുകൾ ആ ഒരു പാർട്ടി നിൽക്കുന്നുണ്ട്. ബട്ട് അവന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഇത്രയും പേരെയും എങ്ങനെ ഒരുമിച്ചിട്ട് കത്തിക്കാം, ഐ മീൻ ലോജിസ്റ്റിക്കലി. അതായത് ആ ഒരു ജൂതന്മാരെ കൊന്നു അല്ലെങ്കിൽ ചുട്ടരിച്ച് അവനിപ്പോൾ എന്ത് കണ്ടാലും ആ ഒരു മൈൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യത്തിനേക്കാളും പുറമെ ഇതെല്ലാം അവരെ മെന്റലി ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരിക. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര അസ്വസ്ഥത വന്ന് അവൻ വോമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. വീണ്ടും മെല്ലെ അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴും ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അവൻ ആ ഒരു ഹാൾവേയിൽ നിന്നൊരു തിരിഞ്ഞൊരു നോട്ടമുണ്ട്. അവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ട് നമ്മൾ കാണുന്നത് പ്രസന്റ് ഡേ ആണ്. അതായത് ഇന്നത്തെ ശരിക്കുള്ള സമയത്ത് ആ ഒരു സ്ഥലം നോക്കുമ്പോൾ അതൊരു മ്യൂസിയം ആണ്. ഓഷ്വിറ്റ്സ് ബിർക്കാനോ സ്റ്റേറ്റ് മ്യൂസിയം. നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് ആ ഒരു മ്യൂസിയം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവരെങ്ങനെ ഒരു ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മെല്ലെ കാണിച്ചു തരുന്നത്. ജൂയിഷ് പീപ്പിൾസിനെ ചുട്ടരിച്ചുകൊണ്ടിരുന്ന ഫർണസുകളും ഒരു കൂട്ടം ബാഗുകൾ, ഒരു ഹാൾവേ നിറച്ചും ചെരുപ്പുകൾ ചില്ലൂട്ടിലിട്ട് വെച്ചേക്കോ. കാരണം അത്രയും ഉണ്ടത്. അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ, ഇതെല്ലാം അന്ന് അവർ കൊന്നൊടിക്കാൻ ആ ഒരു ജൂതന്മാർ ഇട്ടിട്ടുണ്ടായിരുന്ന ചെരുപ്പുകളാണ്. അത് കഴിഞ്ഞൊരു ഹാള് നിറച്ചും ഒരുപാട് പേരുടെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട്. ഇതെല്ലാം അക്കൂട്ടത്തിൽ മരിച്ചതിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോസാണ്. അവിടെ കിട്ടിയതിൽ വീണ്ടും നമ്മൾ കാണുന്നത് റൂഡോൾഫിനെയാണ്. ആ ഹാൾവേയിൽ നിന്ന് തിരിഞ്ഞ് വീണ്ടും ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അവൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ റൂഡോൾഫ് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ആ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. അണ്ടർ ദ സ്കിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി സൈഫൈ പടത്തിന് ശേഷം നമ്മുടെ ജോണത്തൻ ഗ്ലേസറിന്റെ അടുത്ത പടമാണ് ഈ ഒരു സിനിമ. ഇതിന്റെ ഇതേ പേരിൽ തന്നെ, അതായത് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റിന് അതേ പേരിൽ തന്നെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു ഡയറക്റ്റ് അഡാപ്റ്റേഷൻ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, എന്നാൽ ലൂസ്ലി റിലേറ്റഡ് ആണ് താനും. ഈ ഒരു പടം ഭയങ്കര റോ ആണ്. അത് എല്ലാ അർത്ഥത്തിലും. ലെറ്റ് ബി ദ വിഷ്വൽസ്, ലെറ്റ് ബി ദ ക്യാരക്ടേഴ്സ്, ലെറ്റ് ബി ദ സൗണ്ട് എഫക്ട്സ് എല്ലാം ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാതെ എന്നാൽ ഒട്ടും ഓവർ ആക്കാതെ കാണുന്നവന്റെ നെഞ്ചി കൊണ്ടിറങ്ങുന്ന രീതിയിൽ അത്രയും ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. എത്ര സിനിമകൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇപ്പോൾ ഈ ഒരു ഹോളോകോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ അത് നേരിട്ട് കണ്ട് വേദനിക്കുന്ന ആളുകളുടെയോ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുടെയോ ഒക്കെ ആയിരിക്കും. ബട്ട് ഇവിടെ ആ ഒരു ഹീന കൃത്യം ചെയ്യുന്ന ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു ലൈഫാണ് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിലൂടെ അവരെന്താ പറയാൻ ശ്രമിക്കുന്നത്? അവരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻ ദ സെൻസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തി അവരുടെ ആ ഒരു ഫാമിലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു കുടുംബവും ആ ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന ഇഷ്യൂസ് മാത്രമാണ് അവരുടെ ഇടയിൽ നടക്കുന്നത്. ബട്ട് അവരുടെ ചുറ്റും നടക്കുന്നതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണ്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, രാത്രിയിൽ ഇങ്ങനെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ വീട്ടിൽ തിണ്ണയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താ?
ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും കേട്ടിട്ടുണ്ടാവേണ്ട ഒരു ശബ്ദം ഇതായിരിക്കണം. എന്നാൽ ഓഷ്വിറ്റ്സിൽ ജീവിക്കുന്ന ഈ ഒരു കുടുംബം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആദ്യത്തെ ആ ഒരു സറൗണ്ടിങ് ശബ്ദത്തിനോട് എങ്ങനെയാണോ യോജിച്ചത്, അതേപോലെ അവരുടെ ഒരു ഡെയിലി ലൈഫിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം എന്ന പോലെ ഇത് മാറിയിരിക്കുകയാണ്. സോ അവരത് കാഷ്വലായിട്ട് ഡെയിലി കേൾക്കുന്ന ഒരു സാധനം അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അവർക്ക് അവർ ഒരു തരി പോലും ബോധമല്ല. ബട്ട് ഹെഡ്വിഗിന്റെ അമ്മ വന്ന സമയത്ത് അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ശബ്ദം അല്ല അവർ കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഏത് നേരം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അസ്വസ്ഥത വന്നു. അത് പക്ഷേ ഇനി പറയാം, അത് പല റീസൺസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ലോ, പലയിടത്തും നടക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ അതും ഒരു വിഷയമല്ല. ഇങ്ങനെയെല്ലാം നടന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഇൻഫാക്ട് ഇപ്പൊ പോലും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഫാക്ട് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളതിൽ ഇൻവോൾവ് ആയിട്ടില്ല, നമ്മളതൊന്നും നേരിട്ട് കാണുന്നില്ല എന്നൊരു കാരണം വെച്ച് നമുക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ 10-20 കൊല്ലം കഴിയുമ്പോൾ പാലസ്റ്റീനിൽ ഉയരും നമ്മൾ പടത്തിന്റെ അവസാനം കണ്ട ഒരു മ്യൂസിയം പോലൊരു സാധനം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനസൈഡ് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കുന്ന സമയത്ത് ഭാവിയിലെ ചരിത്രത്തിൽ നമ്മളെ നോക്കി കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഈ പറയുന്ന കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ആയിരിക്കും. ബ്രോ, ഇത് അവരായിട്ട് തുടങ്ങിയതല്ല, അതുകൊണ്ടല്ല അവർ അനുഭവിക്കുന്ന എന്നൊരു ന്യായം കേൾക്കുമ്പോണ്ടല്ലോ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മറ്റൊരു തെറ്റ് വെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അത്ര വലിയ കേമത്വമൊന്നുമല്ല. അന്ന് അവിടുത്തെ ആ ഒരു നാസികളെ സംബന്ധിച്ച് ഒരു തരി പോലും അവരുടെ ഉള്ളിൽ ഗിൽറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിനെ ഏതവൻ ചത്താലും നമുക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഹന്ന ആരഡൻ പറഞ്ഞ പോലെ ദി ബെനാലിറ്റി ഓഫ് ഈവിൽ, അതാണ് ഈ ഒരു ചിത്രം എടുത്തു കാണിച്ചു തരുന്നത്. ഈവിൽ, തിന്മയുടെ, ക്രൂരതയുടെ നിസ്സാരത്വം അല്ലെങ്കിൽ സർവ്വസാധാരണത്വം, ദി ബെനാലിറ്റി ഓഫ് ഈവിൽ. ഈ പടത്തിനകത്തൊരു ഇൻസ്പിറേഷൻ ഇല്ല, ഈ പടത്തിനകത്തൊരു ലിബറേഷൻ ഇല്ല. ഇത് കാണുന്ന പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാണുന്ന പ്രേക്ഷകനും ഈ ഒരു ക്രൂരതയിൽ അനുഭവിച്ച് ഇരകളും തമ്മിലൊരു സാമ്യതയല്ല. പകരം നമ്മളും അതേപോലെ തന്നെ ആ ഒരു കൃത്യം ചെയ്ത ആ ഒരു പെർപെട്രേറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ക്രൂരന്മാർ, അവരും തമ്മിലുള്ളൊരു സാമ്യതയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതും ഭയങ്കര റോ ആയിട്ട്. സോ അതിന്റെ അർത്ഥം നമ്മൾ അവരുടെ പോലെ ക്രൂരന്മാരാണെന്നുള്ളതല്ല. പകരം ആ ഒരു ക്രൂരത ചെയ്ത നാസികളുണ്ടല്ലോ, ആ ഒരു ജർമ്മൻ പീപ്പിൾസും നമ്മളെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. പല സിനിമകളിലും നമ്മൾ കണ്ടിരിക്കുന്ന അവരൊരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു പ്യോർ ഈവിലിന്റെ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അവരും നമ്മളെപ്പോലെ ഒരു മനുഷ്യന്മാർ തന്നെയായിരുന്നു. ഈ പടം ആക്ച്വലി 2 പടം അല്ലെങ്കിൽ 2 സ്റ്റേജ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്ന് നമ്മൾ കാണുന്ന വിഷ്വലി കാണുന്ന ഒരു സോൺ ഓഫ് ഇൻട്രസ്റ്റും, പിന്നൊന്ന് നമ്മൾ കേൾക്കുന്ന നമ്മുടെ സൗണ്ടിലെ ഒരു സോൺ ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്. ഈ രണ്ടിന്റെയും ഒരു ഹോണ്ടിങ് അമാൽഗമേഷൻ ആണ് ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ എൻഡിങ് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ വിധം ഞാൻ പറഞ്ഞുതരാം. റൂഡോൾഫ് ആ ഒരു പാർട്ടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഹി ഫീൽസ് അൺകംഫർട്ടബിൾ. അവന് വോമിറ്റ് ചെയ്യാൻ വരുന്നു, അവൻ ഭയങ്കര അസ്വസ്ഥനാവുന്നുണ്ട്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമാണ്. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്ന കാര്യമൊന്നും ചിന്തിക്കാതെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്തലുണ്ട്, ഇന്നർ സെൽഫ് അല്ലെങ്കിൽ ഇന്നർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ. റൂഡോൾഫിന്റെ അടുത്ത അസൈൻമെന്റ് എന്ന് പറയുന്നത് ഹംഗ്രി ചെന്ന് അവിടെയുള്ള ജൂതന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നതാണ്. സോ റിയൽ ലൈഫിൽ റൂഡോൾഫ് ഹംഗ്രി ചെന്ന് അവിടെയുള്ള ഏതാണ്ട് ഒരു 4,00,000-ലധികം ജൂഷ് പീപ്പിൾസിനെ അറസ്റ്റ് ചെയ്ത് ഈ പറയുന്ന ഓഷ്വിറ്റ്സിലേക്ക് അദ്ദേഹം ട്രെയിൻ കയറ്റി അയച്ചു വിടുന്നുണ്ട്. അവരിൽ ഏതാണ്ട് 40,000 പേര് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കി എറൗണ്ട് ഒരു 4,00,000 പേരും ആ ഒരു ഫർണസിൽ വീണ് ചുട്ടരിക്കപ്പെട്ടു. സോ താൻ ഇത്രയും നാളും ചെയ്ത് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനം താൻ മൂലം ഇല്ലാതാകും എന്ന് പറയുന്ന ആ ഒരു റിയലൈസേഷനാണ് അവിടെ വെച്ച് റൂഡോൾഫിന് സംഭവിക്കുന്നത്. ഈവൻ ദോ ആ ഒരു തെറ്റ് അവൻ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവന്റെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു. അതൊരു ഹ്യൂമൻലി റിയാക്ഷനാണ് ഇത്. അതാ ഞാൻ പറഞ്ഞ, അവരും മനുഷ്യരാണ്. ഇത്രയും ചെയ്യുന്ന ഈ റൂഡോൾഫും ഒരു മനുഷ്യനാണ്, നമ്മളെ പോലെ തന്നെ. നമ്മളെ സംബന്ധിച്ചും ഒരു പരിധിക്കപ്പുറമുള്ള ഒരു ഹീനകൃത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് കിട്ടിയപ്പോൾ തന്നെ ആ ഒരു ഹംഗ്രിയിലുള്ള ആൾക്കാർക്ക് താൻ മൂലം എന്താ സംഭവിക്കാൻ പോകുന്ന ഒരു റിയലൈസേഷൻ അവന് സംഭവിക്കുന്നുണ്ട്. അവിടെ ആക്ച്വലി റൂഡോൾഫ് ആ ഒരു മ്യൂസിയം കാണുകയല്ല, അവന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. അവൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു പരിമിത ഫലമാണ് ആ കാണുന്നത്. ബട്ട് അവിടെ പോലും അതൊരു പ്രശ്നമാണെന്നും അതിനെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി അല്ലാതെ താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരു ബോധ്യം അവന് സംഭവിക്കുന്നില്ല. ഈവൻ ദോ ഹിസ് ബോഡി റിയാക്ട്സ് ടു ഇറ്റ്. ദെൻ ആ ഒരു പെങ്കൊച്ചിന്റെ ആ ഒരു നെഗറ്റീവ് സീനുകൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്റേ വിഷൻ വെച്ച് കാണിക്കുന്ന സൈനുകൾ, വേൾഡ് വാറിനെ പറ്റി ഒരു ധാരണ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അതായത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമുണ്ട്, തെർമൽ വിഷൻ. ഇപ്പോൾ ഒരു മിസൈൽ ലോഞ്ചിങ്ങിനും അല്ലെങ്കിൽ ഒരു എയർ അറ്റാക്കിനും അതിനൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് തെർമൽ വിഷൻ. സോ യൂഷ്വലി നമ്മൾ ആ ഒരു എക്സ്റേ വിഷനിൽ കാണുന്ന ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ മോസ്റ്റ്ലി വിക്ടിംസ് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് യുദ്ധത്തിലാവുന്ന സമയത്ത് മറ്റേ ആളെ സംബന്ധിച്ച് അത് ആ കാണുന്നത് ആ ഓടുന്നത് എനിമിയാണ്. സോ ഈ സീൻ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാണ്ടൊരു ആളൽ വരും. ഈ ആപ്പിൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ആ കൊച്ചിനെ കാണുമോ അല്ലെങ്കിൽ പിടിക്കുകയോ ഷൂട്ട് ചെയ്യുമോ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ആളൽ വരും. അപ്പോൾ വിക്ടിംസിനോട് വയലൻസ് കാണിച്ച അതേ വിഷനിൽ ആ വിക്ടിംസിനോടുള്ള ഒരു എംപത്തിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ വെറും ഒരു സ്റ്റൈലിസ്റ്റിക് അപ്രോച്ചിന് വേണ്ടി അല്ല അവർ ആ ഒരു തെർമൽ വിഷൻ അല്ലെങ്കിൽ ആ എക്സ്ട്രാ വിഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. പകരം അതിനേക്കാളും ഡീപ്പർ ആയിട്ടുള്ള ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയാണ്. ഈ പടത്തിന്റെ വിഷ്വൽ വൈസ് നോക്കുകയാണെങ്കിൽ ക്യാമറ ആംഗിൾസ് പ്രത്യേകിച്ച് ഒരു കൺവെൻഷണൽ സൈഡിലല്ല വെച്ചിരിക്കുന്നത്. അധികം കണ്ടിട്ടില്ലാത്ത ഒരു നോൺ കൺവെൻഷണൽ സ്റ്റാറ്റിക് ഇമേജിലാണ് പലയോടെയും യൂസ് ചെയ്തിരിക്കുന്നത്. എന്തോ അവിടെ ഒരു ക്യാമറ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അധികം നമ്മൾ കാണുന്ന പോലെ. ഇതിലെ പല ആംഗിൾ കണ്ടപ്പോൾ എനിക്ക് യോഗോസ് ലാന്തിമോസ് സിനിമകളാണ് ഓർമ്മ വന്നത്. കാരണം അങ്ങേരുടെ കുറെ ആംഗിൾസ് ഉണ്ട്. അതുമായിട്ട് എനിക്ക്
അവിടെ ഇവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഒരു പടത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റോഗ്രഫി എക്സെപ്ഷണലാണ്. കാരണം അത് അവർ എങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒരു പിടി കിട്ടത്തില്ല. ഇതിൽ കുറേ പേർക്ക് ഒരു പക്ഷേ ഇതിന്റെ സിനിമാറ്റോഗ്രഫി വലിയ രീതിയിൽ തേച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ദെൻ ഈ ഒരു പടത്തിനകത്ത് റിയലിസം അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊഡക്ഷൻ സൈഡ്, ഇപ്പൊ അവരുടെ വീട് എടുത്തു കഴിഞ്ഞ് റിയൽ ലൈഫിൽ അവരുടെ വീട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് റെപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ആ വീടിന്റെ ആ ഒരു ഓവറോൾ ലുക്കും ആ ഒരു സൈഡും അതേപോലെ തന്നെ ആ ഗാർഡനും ആ ഒരു സ്വിമ്മിംഗ് പൂളും എല്ലാം തന്നെ അന്നെടുത്ത ഫോട്ടോസിൽ അതേപോലെ അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടേ ഇല്ല. അതും തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഒരുപക്ഷെ മൊബൈലിൽ കാണുമ്പോൾ എനിക്ക് എത്രമാത്രം എഫക്റ്റീവ്ലി ഇത് കിട്ടിയിട്ടുണ്ടാവും എന്നൊരു കാര്യം എനിക്ക് അറിയത്തില്ല. സോ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് ഫിലിം, ബട്ട് ഇറ്റ്സ് നോട്ട് ആൻ ഈസി വാച്ച്. ബട്ട് എന്ന് വെച്ച് ഇത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഇട്ട് ഞാൻ മാറ്റി വെക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങളിൽ എല്ലാവരും ഈ ഒരു സിനിമ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടാലും നിങ്ങൾക്ക് അതേ എഫക്റ്റ് കിട്ടും, അതൊരു സംശയമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്നതും മറ്റൊന്ന് നമ്മൾ കേൾക്കുന്നതും. സോ ട്രൈ ഔട്ട് ചെയ്യുക, നല്ലൊരു സിനിമയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ കുക്കു എഫും മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സൈനപ്പ് ചെയ്ത് 7 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രയൽ ചെയ്ത് നോക്കാം. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.